ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ജനീവയിലോട്ടാണ്. ജനീവയിലാണ് നമ്മുടെ ഇന്ത്യൻ ജനീവയിൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് കാഴ്ചകളൂടെ കണ്ടത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു. നമ്മളിപ്പം നിൽക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മളവിടെ ചെന്ന സമയത്ത് സുഡാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ഗ്യാതറിങ് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 കുഞ്ഞ് ഗ്യാതറിങ്സൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഇപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഇനിയിപ്പോൾ കാണുന്നത് അവിടെ ഒരു ചെയറുണ്ട്, ഒരു ജെയിൻ്റ് ആയിട്ടുള്ള ചെയറുണ്ട്. ഈ ചെയർ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രണ്ടിലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ നേഷൻസ് എന്നാണ്. അവിടെയാണ് ഇവരുടെ ഈ പ്രൊട്ടസ്റ്റും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ജെയിൻ ചെയർ വെച്ചിട്ടുണ്ട്. ഇത് 39 ഫീറ്റ് ഹൈറ്റാണ് ഈ ചെയറിനുള്ളത്. ഏകദേശം ഒരു 12 മീറ്ററോളം വലിപ്പം വരുന്നുണ്ട് ഈ ചെയറിന്. അപ്പോൾ ഈ ചെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 കാലാണ് ഇതിനുള്ളത്. ഒരു കാലില്ലാത്ത രീതിക്കാണ് ഈ ചെയർ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ലാൻഡ് മൈൻസിൻ്റെ ലാൻഡ് മൈൻസിന് എതിരെ ഒരു ഒപ്പോസിഷൻ ടു ലാൻഡ് മൈൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെയർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് UN-ൻ്റെ ഓഫീസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ എല്ലാ മെമ്പർ കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. നമുക്ക് അവിടെ ഒരു പാസ് ഉണ്ട്. ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റും. പക്ഷെ നമുക്ക് സമയം ഉണ്ടായില്ല, നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാൻ ടൈം ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മൾ കയറിയില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ശരിക്കും ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ന്യൂസിലും ഒക്കെ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോകാൻ പറ്റിയത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായി. അപ്പോൾ ഇതാണ് ആ ജെയിൻ ചെയറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അപ്പം നമ്മൾ ജനീവയിൽ എത്തുവാണെങ്കിൽ ട്രാം വഴിയും അല്ലെങ്കിൽ ബസ് വഴിയും നമുക്ക് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വരാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേ നമുക്ക് അവിടെ വഴിയോരത്ത് തന്നെ നമുക്കിവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അവിടെ നിന്നെല്ലാം നമുക്ക് ബോട്ടിൽ റീഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ വാട്ടർഫോളല്ല, ഇങ്ങനത്തെ വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഈ ഗ്യാതറിങ് നടക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം അവർ ഓഫ് ചെയ്തിട്ടേക്കുവാന്ന് തോന്നുന്നു. നമ്മൾ വരുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അവിടെ കളിക്കാൻ. കുട്ടികളൊക്കെ അതിനകത്ത് നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട് അവിടെ. ഈ UN-ൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരാൾക്ക് 16 CHF ആണ് വരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. കുട്ടികൾക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ കയറി കാണുന്നത് നമുക്ക് വർത്ത് തന്നെയാണ്. കാരണം പല കൺട്രീസിൻ്റെ കാര്യങ്ങൾ, ഈ കൺട്രീസിൻ്റെ യൂണിയൻ, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പിന്നെ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ശരിക്കും നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കയറി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ നമുക്കിന്ന് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കയറാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ജനീവയിൽ തന്നെ ഒരു ലേക്ക് ഉണ്ട്, അങ്ങോട്ട് വന്നേക്കുവാണേ. നമ്മളിവിടെ എത്തുകയാണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ദേ ഈ വാട്ടർ ഫൗണ്ടൻ. ഈ വാട്ടർ ഫൗണ്ടൻ 140 മീറ്റർ 140 മീറ്റർ ഉയരത്തിലാണ് ഈ വാട്ടർ ഫൗണ്ടൻ ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത്രയും ഹൈറ്റിലുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ, അതും ഇത്രയും വലിയൊരു ലേക്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വാവ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. 1886 ഇവരിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്ര ലിറ്റർ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
നമ്മളങ്ങനെ അതേ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറും ഉണ്ടായിരുന്നു, ഒരു ധാബ ഉണ്ടായിരുന്നു ഇന്ത്യൻ. പക്ഷെ എല്ലാം ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 3 മണി 4 മണി ആ സമയമൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. നമ്മൾ കുടയും പിടിച്ചിട്ടാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്കും വെയിലുണ്ടായിരുന്നു. നമ്മൾ ചെന്നതൊരു വർക്കിംഗ് ഡേയിലാണ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. വീക്കെൻഡും ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസും ഉണ്ട്. ഇവിടെ നിന്ന് ലൊസാനിലോട്ടൊക്കെ നമുക്ക് ഫെറി വഴി പോകാനുള്ള അവസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ലേക്കിലുള്ള ബോട്ട് സർവീസും ഇവിടെയുണ്ട്. നമ്മളങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു മ്യൂസിക് സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണികളായിട്ട് ആരും അവിടെ ഇരുന്നങ്ങനെ കേൾക്കുന്നൊന്നുമില്ല. ഇങ്ങനെ വഴി കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടിട്ട് പോകും. അതുപോലെ കുറച്ച് പേര് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നത് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് പോകും. അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ അതേ മരം കയറിപ്പത്ത് മരത്തിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതേ തിരിച്ചിറങ്ങുകയാണ്. 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മളതേ അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് അണ്ടർഗ്രൗണ്ട് അല്ല, ഈ താഴെയുള്ള പാലത്തിൽ കൂടെ നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളത് അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നല്ല നീറ്റായിട്ടാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളും കിടക്കുന്നത്. ആൾക്കാരാണെങ്കിലും അങ്ങനെ വൃത്തികേടാക്കുന്നൊന്നുമില്ല. എല്ലാവരും കറക്റ്റായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് സാധനങ്ങൾ കൊണ്ടിടുന്നത്. അവിടെ ഇവിടെ സാധനങ്ങളിടുക അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളും നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.